ഹീറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ വരുന്ന മറ്റൊരു കൺസെപ്റ്റാണ് വാട്ടർ ഇക്വലന്റ്. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാട്ടർ ഹീറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടംബ്ലറിലാണ് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന നേരത്ത് ഈ ഹീറ്റ് ചൂടാക്കുന്നത് ആ വെള്ളത്തിന് മാത്രമല്ല, മറിച്ച് ആരുമുണ്ട്, ആ ടംബ്ലറും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വാട്ടർ ഉള്ളത് ഒരു 50 ഗ്രാം ആണെന്ന് കരുതുക. അപ്പോൾ ആ കുറച്ച് ഹീറ്റ് ആ ടംബ്ലറും കൂടെ എടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാട്ടർ ഇക്വലന്റ് ഒരു 550 ആണെന്ന് തന്നാൽ, വാട്ടർ ഇക്വലന്റ് ടംബ്ലറിൻ്റെത് 550 ആണെന്ന് തന്നാൽ അതിൻ്റെ അർത്ഥം ഈ ടംബ്ലറിന് ലഭിക്കുന്ന ഹീറ്റ് അതിൻ്റെ MC∆Tയിലെ C വേണ്ടെന്നർത്ഥം. നമ്മളിപ്പോൾ ആ ടംബ്ലറും കൂടെ വാട്ടർ ആയിട്ട് കരുതുക. എത്ര വാട്ടർ? 550 പ്ലസ് അതിലുള്ള വാട്ടർ എത്ര? 50. എന്നിട്ട് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് ∆T എങ്കിൽ, അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഹീറ്റ് കാണുമ്പോൾ MC∆T എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ശരിക്കും ഇതിൽ 2 MC∆Tകൾ വരണം. അതിന് പകരം 1 മതി ഇപ്പോൾ. അപ്പോൾ ഇതാ ടംബ്ലറിൻ്റെതാണെങ്കിൽ ഇത് വാട്ടറിൻ്റെതാണ്. അപ്പോൾ ആ ടംബ്ലറിൻ്റെ ഈ MC ടോട്ടലാണ് 550 എന്നർത്ഥം. അല്ലെങ്കിൽ ടംബ്ലർ 550 വാട്ടറിന് തത്തുല്യമാണെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ 550 പ്ലസ് 50 എത്രയാ? 600 ഇൻറ്റു C വാട്ടറിനത് കൊടുത്താൽ മതി, ഇൻറ്റു ∆T ടൺ. അപ്പോൾ 6000 കലോറി എന്ന് കിട്ടും. അപ്പോൾ വാട്ടർ ഇക്വലന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ടംബ്ലറിനെ ചൂടാക്കണത് നിങ്ങൾ ഇനി ആലോചിക്കണ്ട, അതിന് തത്തുല്യമായ വാട്ടറാണ് 550. അപ്പോൾ വാട്ടർ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു കോപ്പറിനെ ചൂടാക്കിയെന്ന് കരുതുക. കോപ്പറിൻ്റെ വാട്ടർ ഇക്വലന്റ് 100 ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഒരു കോപ്പറിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം. ഇതിനെ ഹീറ്റ് ചെയ്യേണ്ടത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൻ്റെ വാട്ടർ ഇക്വലന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ടൺ ആണ്, ഗ്രാം ആണ് തന്നാൽ അതിനർത്ഥം ഇതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ട ∆Q കാണുമ്പോൾ MC∆T അല്ലേ കൊടുക്കേണ്ടത്. ഇത് ശരിക്കും കോപ്പറിന്റെ മാസും കോപ്പറിന്റെ സിയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമുക്ക് വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ കോപ്പറിന് 10 ഗ്രാം വാട്ടറും അതിൻ്റെ വാട്ടറിന്റെ സിയും അതിൻ്റെ ∆Tയും കൊടുത്തു കഴിഞ്ഞാൽ 200 കലോറി. അപ്പോൾ നമുക്ക് കോപ്പറിൻ്റെ ഒരു കാര്യങ്ങളും ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ വാട്ടർ ഇക്വലന്റ് വന്നിട്ടുള്ള പ്രോബ്ലംസിൽ ചെയ്യേണ്ട കഥ. ഇനി ഈ വാട്ടർ ഇക്വലന്റ് അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ വരും. അപ്പോൾ നമുക്കറിയാം ഒരു ഫോം ഓഫ് എനർജി മറ്റൊരു ഫോമായിട്ട് മാറാം. നമ്മൾക്ക് ഇങ്ങനെയാണെന്ന് കരുതുക. ഒരു ക്വസ്റ്റ്യൻ, ഇതിലെ വ്യത്യസ്ത ക്വസ്റ്റ്യങ്ങളാ പറയുന്നത്. ഒരു ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് ഒരു വാളില് പോയി ഇടിക്കുകയാണ്. അപ്പൊ ഈ ബുള്ളറ്റ് ഇവിടുന്ന് പോകുമ്പോ ഇതിനെന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലേ? ഇതിവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത്രയും എനർജി, ആ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറും. അപ്പോൾ അവിടെ ഇടിച്ചു പോയി കഴിഞ്ഞാൽ ആ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പം ഞാനൊരു ഓരോ ക്വസ്റ്റ്യൻ പല വിധത്തിലാവാട്ടോ. ഒന്ന്, ആ കൈനറ്റിക് എനർജി ആണല്ലോ ആദ്യം ഉണ്ടായിരുന്ന ഹീറ്റ്. ഇതില് പകുതി എന്ന് പറഞ്ഞാൽ KE/2. ഇത് ആ ബുള്ളറ്റിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു.
ആ ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജിയിലെ പകുതിയാണ് അതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ടെമ്പറേച്ചർ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ബാക്കി പകുതി യൂസ് ചെയ്തത് ആ വോളിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണണം. അപ്പൊ നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ആ കൈനറ്റിക് എനർജിയുടെ പകുതി ഈക്വൽ ടു ഹീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആരുടെ? ബുള്ളറ്റിൻ്റെതാണ് കാണുന്നത്. അപ്പൊ ആ ബുള്ളറ്റിന്റെ ½m v²/2 ഈക്വൽ ടു, അതേ ബുള്ളറ്റിൻ്റെതായതുകൊണ്ട് മാസ് അത് തന്നെയാണ്, mc∆t എന്ന് കൊടുക്കണം. അപ്പോൾ സി ആരാ? സി എന്ന് പറഞ്ഞാൽ ആ ബുള്ളറ്റിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ അതിന് നമുക്ക് ∆t കാണാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഞാൻ പറയാ, ഇതിന്റെ ഒരു 1/3 ആണ് പോയതെങ്കിൽ അപ്പൊ നമ്മളിവിടെ 1/3 എന്ന് കൊടുക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോ അത് മുഴുവനായിട്ട് ആ ബുള്ളറ്റിനെ ഹീറ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചതെങ്കിൽ ½mv² = mc∆t കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കൂ മറ്റൊന്ന്. ഇപ്പോ ഇതേ ബുള്ളറ്റ് ഒരു ഐസ് ബ്ലോക്കിലാണ് വന്ന് പെട്ടത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഐസ് ഉരുകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോ ആ ബുള്ളറ്റിൻ്റെ ½ ബുള്ളറ്റാണ് ഇൻറ്റു v² ഈക്വൽ ടു, ഇത് മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ml ആണ്, പക്ഷെ ആ m ആരാ? ഐസിൻ്റെതാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ എന്താ അറിയുമോ, ഈ മാസമൊക്കെ എന്തിലായിരിക്കും? കിലോഗ്രാമിലാണെന്ന് കരുതുക. ഇത് മീറ്റർ/സെക്കൻഡിലാണെങ്കിൽ ഇത് SI യൂണിറ്റിലാണ്. അപ്പൊ ഇതും SI യൂണിറ്റിൽ കൊടുക്കണം. അപ്പൊ ആ SI യൂണിറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ m ഐസ് അല്ലേ കാണേണ്ടത്? m എത്ര ഐസ് ഉരുകി എന്നാണ് കാണേണ്ടതെങ്കിൽ ഈക്വൽ ടു m ഐസ് ഇൻറ്റു, നമുക്ക് SI യൂണിറ്റിൽ കൊടുക്കണമല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നത് 80 കലോറി/ഗ്രാം അല്ലേ, അത് മാറ്റിയിട്ട് 80 × 4.2 കിലോ ജൂൾ, കണ്ടോ SI യൂണിറ്റിൽ ഇപ്പോഴായത്, ഡിവൈഡഡ് ബൈ കിലോഗ്രാം. അപ്പൊ അത് നമ്മൾക്ക് വന്ന്, ഇനി നമ്മൾ ഇവിടെ മാസ്, അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മാസ് ഏതില? കിലോഗ്രാമിലാണ്. v ഏതില? മീറ്റർ/സെക്കൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ MIs കിട്ടുന്നത് ഏതിലായിരിക്കും? കിലോഗ്രാമിലായിരിക്കും. അപ്പൊ നമുക്ക് എന്തായി? അവിടെ ഐസ് ഉണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ അവിടെ പറഞ്ഞു വന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു ബുള്ളറ്റ് വന്ന് ഒരു വാൾ ഇടിച്ചത് പറഞ്ഞു, അതേപോലെ തന്നെ എവിടെയും പറഞ്ഞു ഒരു ഐസ് ബ്ലോക്കിൽ വന്നിടിച്ചപ്പോൾ എത്ര ഐസ് ഉരുകി എന്നുള്ള രീതിയിലും പറഞ്ഞു. ഇനി മറ്റൊന്ന്, ഇപ്പൊ നമ്മള് ഒരു ബോഡി താഴോട്ട് വരികയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിനുണ്ടാവുന്ന എനർജി ആരാ? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു നോക്കൂ, ഐസ് ബ്ലോക്ക് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിന്റെ മാസ് m ആണെങ്കിൽ ഇതിനുണ്ടാവുന്ന എനർജി എത്രയാ? പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. അതാണ് ഈ ഐസിന് ഉരുക്കുന്നതെങ്കിൽ m ഐസ് ഇൻറ്റു L കൊടുക്കണം. അപ്പൊ നമുക്ക് ഐസ് ഉരുകിയത് എത്രയെന്ന് വരും. അപ്പൊ ഇതൊക്കെ നമ്മള് ഏതിൽ കൊടുക്കുമ്പോ? SI യൂണിറ്റിൽ കൊടുക്കുമ്പോ എല്ലും SI യൂണിറ്റിൽ കൊടുക്കണം. അത് മറന്നു പോകരുത്. മറ്റൊരു കാര്യം, നമുക്ക് ഇപ്പോ വേറെ രീതിയിൽ ഒരു വാട്ടർ, ഇവിടെ വാട്ടർ ഉണ്ട് എന്ന് കരുതുക. ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു 0°C ആണ്. ഇതൊരു 10 ഗ്രാം ആണ്. താഴോട്ട് വന്നത് 100 മീറ്റർ ആണെങ്കിൽ ആ വാട്ടർ ഇവിടെ എത്തുമ്പോ നിലത്തെത്തിയെന്ന് കരുതുക കേട്ടോ, ഇത് സർഫസിലാണ്. അങ്ങനെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണണം. അപ്പൊ സർഫസിൽ എത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി മൊത്തം തീർന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ആ വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ആ വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് mc∆t കൊടുക്കുക.
അപ്പോ ആ വാട്ടറിൻ്റെ ആയതുകൊണ്ട് ആ മാസ് അങ്ങോട്ട് കട്ട് ചെയ്തു പോകും. കാരണം വീഴുന്നത് ആരാ? വാട്ടറാണ്. ടെമ്പറേച്ചർ കൂടുന്നതും ആർക്കാ? വാട്ടറിനാണ്. അപ്പോൾ ആ മാസ് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഇത് വീണ് ഈ സർഫസിന്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അവിടെ എം മാറും. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. എച്ച് എത്രയാ? 100 ആണ്. ഈക്വൽ ടു സി എത്രയാ? എസ് ഐ യൂണിറ്റിൽ കൊടുക്കണം നമ്മൾ. അപ്പോൾ എസ് ഐ യൂണിറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. സി എന്ന് പറഞ്ഞാൽ 1 കലോറി എത്രയാ? 4.2. പിന്നെ വരുന്നത് നമുക്ക് ജൂളാണ് അല്ലേ? കിലോ ജൂളാണ്. കിലോ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ആണ്. അത്രയും ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമ്മളിവിടെ ശരിക്കും ഇവിടെ ഒരു മാസ് ഉണ്ട് അല്ലേ? ആ മാസ് എത്രയാ? 10 ഇൻറ്റു 10⁻³ അത്രയും കിലോഗ്രാം ആണ്. ഇൻറ്റു ജി എത്രയാ? 10 ആണ്. ഇൻറ്റു എച്ച് എത്രയാ? 100 ആണ്. ഈക്വൽ ടു ഇവിടെയും ഈ 10 ഇൻറ്റു 10⁻³ കിലോഗ്രാം ഉണ്ട്. അതാണ് ആ കട്ട് ചെയ്ത് പോയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 1000 ഈക്വൽ ടു ഡെൽറ്റ ടി കിട്ടും. നമുക്ക് 1000 എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. 1/4.2 ആയിരിക്കും അവിടുത്തെ ഡെൽറ്റ ടി വരുന്നത്. അത്രയും ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയാണ് നമ്മൾ ഈ ഹീറ്റും ബാക്കിയുള്ള എനർജികളുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഹീറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ആ ഹീറ്റിൻ്റെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഗ്രാഫുമായി ബന്ധപ്പെട്ടത്. നമ്മളൊരു ബോഡിക്ക് ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യം ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ ഈ ഒരു ഗ്രാഫ് ഹീറ്റിംഗ് കർവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ അത് ഫുള്ളി സോളിഡ് ആണ്. ഈ ഒരു പോർഷനിൽ നോക്കൂ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെയാണ് ഫേസ് ചേഞ്ച് നടക്കുന്നത്. ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ആ സമയത്ത് പാർഷ്യലി ലിക്വിഡ് ആൻഡ് പാർഷ്യലി സോളിഡ് ആണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത്, ആ ഫേസ് മാറിയാൽ ഇത് വരുന്നത് ആരാ? ലിക്വിഡ് ആണ്. അവിടെ ഫുള്ളായിട്ട് ലിക്വിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതോ ഫേസ് ചേഞ്ച് ആണ്. അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. പാർഷ്യലി ലിക്വിഡ് ആണ് ആൻഡ് പാർഷ്യലി ഗ്യാസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് ഈ കർവിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി. ഇനി അടുത്തത് നമുക്ക് വരുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ സ്ലോപ്പുകളാണ്. അപ്പോൾ ഒരു ഗ്രാഫിന് നമ്മൾ സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാണ്? dy/dx ആണ്. അപ്പോൾ ഇവിടെ y-ൽ ആരാ കിടക്കുന്നത്? ടെമ്പറേച്ചർ ആണ്. അതേപോലെ എക്സിൽ കിടക്കുന്നത് ആരാ? ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഹീറ്റിന്റെ ഇക്വേഷൻ എഴുതുക. ആ ഹീറ്റിന്റെ ഇക്വേഷന് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ആരാ? mc ഡെൽറ്റ ടി ആണ്. ഞാനൊരു ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു mc ഡെൽറ്റ ടി ബൈ ടി ആ വരിക. ഈക്വൽ ടു mc ഇൻറ്റു സ്ലോപ്പ് അല്ലേ അത്? ഡെൽറ്റ ടി ബൈ ടി എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. അപ്പോൾ ആ സ്ലോപ്പ് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ടി. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ, ഇവിടെ ടൈം ആണ് കേട്ടോ, ടൈം കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്.
ഇൻറ്റു 1/mc എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് m ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, m കോൺസ്റ്റന്റ് ആണെങ്കിൽ അതേപോലെ ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് യൂണിഫോം റേറ്റ്. ഞാനിങ്ങനെ പറഞ്ഞ് ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് യൂണിഫോം റേറ്റ് ആണെങ്കിൽ ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി കോൺസ്റ്റന്റ് ആയി, എമ്മും കോൺസ്റ്റന്റ് ആയി. ആ സമയത്ത് സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? 1/c ആണ്. സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/c ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കേസിലാണ് ഞാൻ പറഞ്ഞത്, ഈ എം സി ഡെൽറ്റ ടി ഈ ഒരു കേസിലും വരുന്നത്. സ്ലോപ്പ് കൂടിയാൽ സി കുറവാണെന്നർത്ഥം. അപ്പൊ ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ള 2 ഗ്രാഫുകൾ വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രാഫിൽ നിന്ന് കിട്ടിയ സംഗതി സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/c എന്നാണ്. 2 ഗ്രാഫുകൾ നിങ്ങൾക്ക് തന്നാൽ ഒന്ന് ഇവിടെ ടെമ്പറേച്ചർ ആണ്, ഇവിടെ ആരാണ്? ടൈമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതാ 2 ഗ്രാഫുകൾ തന്നു, ഒന്ന് എ ആണ് മറ്റൊന്ന് ബി ആണെങ്കിൽ ആരുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാ കൂടുക? സി ബി ഗ്രേറ്റർ ദാൻ സി എ ആയിരിക്കും. കാരണം സ്ലോപ്പ് ബി ലെസ് ദാൻ സ്ലോപ്പ് എ ആണ്. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് ഇതിന്റെ ഹീറ്റ് കൂട്ടണമെങ്കിൽ, നമ്മളെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ ഹീറ്റ് കൊടുക്കേണ്ടത് വളരെ കൂടുതലാവും. സി കൂടിയാൽ കുറേ ഹീറ്റ് കൊടുക്കണം എന്നർത്ഥം. സി കുറഞ്ഞാൽ കുറഞ്ഞ ഹീറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുക. ഇനി അതേ ഗ്രാഫിൽ തന്നെ നമുക്ക് ലാറ്റൻ ഹീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഫേസ് ചേഞ്ച് നടക്കുന്ന നേരത്തെ ഗ്രാഫ് വരുന്നത് ദാ ഇങ്ങനെയാണ്. അടുത്ത ഒരു ഗ്രാഫ് ദാ ഇങ്ങനെയാണ്. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഇവിടെ സ്ലോപ്പുകൾ 0 ആണെന്ന് അറിയാം. ഈ പോർഷനിൽ സ്ലോപ്പ് എന്താണ്? 0 ആണ്. പക്ഷെ ആ സമയത്ത് ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ആരാണ്? എം എൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടൈം, ഇവിടെ കൂടുതൽ ടൈം എടുക്കുന്നത് ആരാ? ഇവിടുത്തെ ടൈമിന്റെ ആക്സിസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ടി എ ഗ്രേറ്റർ ദാൻ ടി ബി ആണെന്ന് മനസ്സിലാവും. കൂടുതൽ സമയം എടുത്തത് എ ആണ്. അപ്പൊ അത്രയും നേരം നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുറെ ഹീറ്റ് കൊടുക്കേണ്ടി വന്നതായിരിക്കാം ക്യു എക്കാണ്. അപ്പൊ ഡെൽറ്റ ക്യു എ ഗ്രേറ്റർ ദാൻ ആരാണ്? ഡെൽറ്റ ക്യു ബി ആണ്. ഇനി മാസ് സെയിം ആണെങ്കിൽ ക്യൂ കൂടുമ്പോൾ എൽ കൂടണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എൽ എ ഗ്രേറ്റർ ദാൻ എൽ ബി ആണ്. അപ്പൊ സ്ലോപ്പ് നോക്കിയിട്ടും ഇതിന്റെ ലെങ്ത് നോക്കിയിട്ടും ഈ ഒരു പോർഷന്റെ ലെങ്ത് കൂടിയാൽ എൽ കൂടും. പക്ഷെ അതൊക്കെ പറയണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/c എന്ന് പറയാനും ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് പറയാനും മാസ് കോൺസ്റ്റന്റ് ആവണമായിരുന്നു. അതേപോലെ തന്നെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി നമ്മൾ നേരത്തെ കേസിൽ യൂണിഫോം റേറ്റിലാണ് കൊടുക്കുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അപ്പോൾ ഇതാണ് ഹീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ചെയ്യാൻ കിട്ടേണ്ടതാണ്.